Hello guys, Assalamu alaikum. Welcome back to another episode of FABTAFT. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 1 pot ചിക്കൻ ഫജിറ്റ പാസ്ത റെസിപ്പിയാണ്. പേര് കുറച്ച് വലുതാണെങ്കിലും ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് ഇതിനാവശ്യമുള്ളൂ. ഈ റെസിപ്പി നമ്മൾ ഒറ്റ പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 1 pot എന്ന പേര് വന്നത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഏകദേശം 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗൾ പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഈ പാസ്തക്ക് ആവശ്യമായ ഉപ്പും ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. പാസ്ത ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം എന്നില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പാസ്ത നല്ലോണം കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അത് ഞാനിവിടെ നീളത്തിൽ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതിയാവും അത് വെന്ത് കിട്ടാൻ. ചിക്കൻ നല്ലോണം സ്ലൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇതിലിപ്പോൾ ചിക്കൻ നിറങ്ങിയ വെള്ളമുണ്ട്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ നമ്മൾ സെയിം പാൻ തന്നെയാണ് വെക്കുന്നത്. ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ടർ ഇപ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർഫുള്ളാകാൻ വേണ്ടി ഞാനിവിടെ 4 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ എന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ജീരകപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ചീസിന് പകരം നിങ്ങൾക്ക് ഹെവി ക്രീം യൂസ് ചെയ്യാം. രണ്ടും ഓപ്ഷണലാണ്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാസ്ത നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പാലിൻ്റെ കൂടെ 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫജിറ്റ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ പാസ്തയിൽ നല്ലോണം സെറ്റായിട്ടുണ്ട്. പാലൊക്കെ വറ്റിയിട്ടുമുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഒരുപാട് വെജിറ്റബിൾസോ സ്പൈസസോ ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോഴും ആ സബ്സ്ക്രൈബ് ബട്ടൺ റെഡാണ് കാണുന്നെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.